ദ ജേർണലിസ്റ്റിലേക്ക്. പി സി ജോർജ് ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നതിന് ഈ കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ നടത്തിയ ആ വിദ്വേഷ ചർച്ചയല്ലാതെ നിരവധി ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. അത്തരത്തിൽ മുസ്ലിം വിദ്വേഷം ഛർദ്ദിച്ചതിൻ്റെ പേരിൽ കേസെടുക്കുകയും ജയിലിലാവുകയും ചെയ്തിട്ടുള്ള ചരിത്രമുള്ളയാളാണ് പി സി ജോർജ്. എന്നിട്ടും പഠിക്കാതെ, അല്ലെങ്കിൽ എന്നിട്ടും നിലപാട് മാറ്റാതെ മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ്, പാകിസ്ഥാൻ പ്രേമികളാണ്, മുസ്ലിങ്ങൾ മറ്റു മതവിഭാഗങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാത്തവരാണ്, മറ്റു മതവിഭാഗങ്ങളോട് വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവരാണ് തുടങ്ങി നിരവധിയായ വാദഗതികളാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം അടിച്ചുവിട്ടത്. ഈ വിഷയത്തിൽ SDPI ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ പി സി ജോർജ് ഭയന്നു. യൂത്ത് ലീഗും സമാനമായ നിലപാട് സ്വീകരിച്ചതോടെ പി സി ജോർജിന് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി. അതിനു പിന്നാലെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പി സി ജോർജിനെതിരെ ശക്തമായ നിലപാടെടുത്തതോടെ മാപ്പു പറച്ചിലല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് പി സി ജോർജ് മാറി. മീഡിയ വൺ എന്ന ചാനൽ ഉൾപ്പെടെ മീഡിയ വൺ ചാനലും സോഷ്യൽ മീഡിയയും ശക്തമായി പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി നിരന്തര സമ്മർദ്ദം ചെലുത്തിയതോടെ, വീഡിയോകൾ ചെയ്തതോടെ, പ്രചാരണം ശക്തമാക്കിയതോടെ പോലീസ് കേസെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയി. അതിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം. പക്ഷെ പി സി ജോർജിന് മനസ്സിലായി ഇനിയും ഈ വിധത്തിൽ മുസ്ലിം വിദ്വേഷം പറഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരുമെന്ന്. കാരണം സമാനമായ കേസുകൾ നേരത്തെയുമുണ്ട്, സമാനമായ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ആ കുറ്റകൃത്യം ആവർത്തിച്ചാൽ കോടതിക്ക് കടുത്ത നടപടി പി സിക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാകണം പി സി ജോർജ് പൊടുന്നനെ മുസ്ലിം സമുദായത്തെ മുഴുവനായല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് പറ്റിപ്പോയതാണ് എന്ന മട്ടിൽ ഒരു മാപ്പപേക്ഷയുമായി വന്നത്. പക്ഷെ പി സി ജോർജിനെ സംബന്ധിച്ച് നിരന്തരമായി അദ്ദേഹം ഈ വിധത്തിലാണ് മുസ്ലിം വിദ്വേഷം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു മാപ്പപേക്ഷയായി അതിനെ ആരും കണ്ടില്ല. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, പി സി ജോർജിനെതിരെ മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എന്തോ ഗൂഢാലോചന നടത്തുകയാണെന്ന മട്ടിലാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ ആഞ്ഞടിച്ചത്. എന്നാൽ അതേ ഷോൺ ജോർജ് തന്നെ പി സി ജോർജ് പറഞ്ഞത് ശരിയായില്ല, മുസ്ലിം വിഭാഗങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, താൻ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമായി പറയുന്നു. അതായത് സ്വന്തം പിതാവിൻ്റെ ഈ വിധത്തിലുള്ള ഇടപെടലുകൾ, വർത്തമാനങ്ങൾ ഷോൺ ജോർജിനെ പോലും വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്, അല്ലെങ്കിൽ അസഹനീയമായ അവസ്ഥയിലേക്ക് ഷോൺ ജോർജ് പോലും എത്തുകയാണ് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഷോൺ ജോർജിൻ്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാനും ന്യായീകരിക്കുന്നില്ല. ഞാനും അതിനെ 100% അത് തെറ്റായിപ്പോയി എന്ന് തന്നെ പറയുന്നു. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് അന്ന് ആ ഒരു ക്ലിപ്പിങ്ങിനപ്പുറത്തേക്ക് ആ ചാനൽ ചർച്ച മുഴുവൻ കാണണം. അവിടെ വന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, അദ്ദേഹം അത് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇന്ത്യ മഹാരാജ്യം സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളോടും ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷം 2 ദിവസം മീഡിയ വണ്ണിന്റെ നീണ്ട ചർച്ചകൾക്ക് കാരണമാണ് ഇന്നലെ FIR ഇട്ടത്. ഞാനൊരു FIR ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രതിയുടെയും അവകാശമാണ് ആ FIRന്റെ കോപ്പി കിട്ടുക എന്നുള്ളത്. എന്നാൽ ഈ നിമിഷം വരെയും ആ FIRന്റെ കോപ്പി പുറത്തു തരാൻ ഞാൻ ഇപ്പോഴും സ്റ്റേഷനിലാണ് കിട്ടും. ഇപ്പോഴും ആ കോപ്പി പോലും തരാൻ പോലീസ് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത് എന്താണ്? രാവിലെ ഞാൻ 7 പ്രാവശ്യം ഇരാറ്റുപേട്ട CI വിളിച്ചു, 6 പ്രാവശ്യം SI വിളിച്ചു, DYSP 5 പ്രാവശ്യം വിളിച്ചു, കോട്ടയം SP-നെ 3 പ്രാവശ്യം വിളിച്ചു. ഇവരാരും എന്റെ ഫോൺ എടുക്കുന്നില്ല. എന്താ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെടുത്തേക്കുന്ന കേസാണ്. ഇവർക്കാർക്കും എന്നോട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആസൂത്രിതമായി പി സി ജോർജിനെ പെടുത്തി ആരെങ്കിലും, നിങ്ങൾ 2 ദിവസമായിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പോലെ തന്നെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെങ്കിൽ അതിനൊന്നും നിന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നോക്കുക, ഷോൺ ജോർജ് മീഡിയ വണ്ണിനെതിരെ കടന്നാക്രമണം നടത്തുമ്പോഴും പറയുന്നത് പി സി ജോർജ് ചെയ്തത് തെറ്റാണ് എന്നാണ്. എന്നിട്ട് പറയുന്നു പി സി മാപ്പ് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് പിന്നെയും വേട്ടയാടുന്നത് എന്ന്. അവിടെയാണ് ഷോൺ ജോർജിന് തെറ്റിപ്പോകുന്നത്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് അതൊരു ഡോക്യുമെൻ്റായി ജനൻ ടി വിയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കിടന്നിട്ട് പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ആ വീഡിയോ അവിടെ തന്നെ കിടക്കുകയാണ്, അത് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ആ വീഡിയോകൾ പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തലങ്ങും വിലങ്ങും സംഘപരിവാറുകാരും തീവ്ര നിലപാടുകാരും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്നാൽ രാജ്യസ്നേഹം ഇല്ലാത്തവരാണ് എന്ന് പുതിയ തലമുറയുൾപ്പെടെ പി സി ജോർജിൻ്റെ വായിൽ നിന്ന് കേൾക്കുകയാണ്. അതിൽ അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പിന്നത്തെ വിഷയം.
പക്ഷെ അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കപ്പെടുകയാണ്. മുമ്പ് പി സി ജോർജ് പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങൾ മറ്റു മതവിഭാഗക്കാരെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വന്ധ്യംകരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചായയിൽ പാനീയത്തിൽ എന്തോ ഒരു തുള്ളി ഇറ്റിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പി സി ജോർജ് നിരന്തരമായി പറയുമ്പോൾ അത് ബി ജെ പിക്കും ശക്തമായ തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അപ്പൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, ബി ജെ പിയും കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ബി ജെ പിക്ക് കേരളത്തിൽ വളരണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉണ്ടായേ തീരൂ എന്ന് നേരത്തെ അവർ തിരിച്ചടിച്ചു. അതിൻ്റെ ഭാഗമായാണ് അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നത്. അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ദേശീയ മുസ്ലിമാണ് അബ്ദുള്ളക്കുട്ടി എന്നാണ്. എന്ന് മാത്രമല്ല, അബ്ദുള്ളക്കുട്ടിയിലൂടെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ തങ്ങളിലേക്ക് ആകൃഷ്ടരാകുമെന്ന് പറഞ്ഞു. അതുപോലെ ഈ പറയുന്ന അനിൽ ആൻ്റണി വന്നപ്പോഴും പി സി ജോർജ് വന്നപ്പോഴും ഒക്കെ ബി ജെ പി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുമായുള്ള അടുപ്പം വർദ്ധിക്കുകയാണ് എന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന പി സി ജോർജിനെ നേതാവാക്കി വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ, ബോധമുള്ള ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ ബി ജെ പിയിൽ വിശ്വസിച്ച് നിൽക്കും? ബി ജെ പിക്ക് കൈ കൊടുക്കും? ഒരു വശത്ത് സുൽഫത്തിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുന്നു, അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കുന്നു, ദേശീയ മുസ്ലിമാണെന്ന് പറയുന്നു, മുസ്ലിങ്ങൾ ബി ജെ പിയിൽ സുരക്ഷിതരായിരിക്കും, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനും വലിയ പിന്തുണ ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നു, ഞങ്ങൾ മതനിരപേക്ഷരാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നൊക്കെ പറയുമ്പോൾ, മറുവശത്ത് പി സി ജോർജ് വന്നിട്ട് പറയുകയാണ് മുസ്ലിം വിഭാഗങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണ്, തീവ്രവാദികളാണെന്ന മട്ടിൽ, രാജ്യവിരുദ്ധരാണെന്ന മട്ടിൽ. അപ്പോൾ ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അടപടലമോടെ പൊളിയുകയാണ്. ഇത് കോൺഗ്രസ് കേരളത്തിൽ ബി ജെ പിക്കെതിരെ ശക്തമായ ആയുധമാക്കുകയാണ്. നമുക്കറിയാം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി ബി ജെ പിക്കുണ്ടായ തിരിച്ചടി വളരെ വലുതാണ്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതായത് അതിന് തൊട്ടു മുമ്പുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുന്നു, ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ബി ജെ പി പതിയെ പതിയെ കുതിക്കുകയാണ് എന്ന ഒരു വിലയിരുത്തലായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ പൊടുന്നനെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തുകയും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഭയാനകമായ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്, ബി ജെ പി സ്ഥാനാർത്ഥി എറിഞ്ഞു തോറ്റത്. ബി ജെ പി ദേശീയ നേതൃത്വം പോലും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സീറ്റായിരുന്നു പാലക്കാട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി ബി ജെ പിക്കെതിരെ രംഗത്തിറങ്ങിയത്. അത് കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കോൺഗ്രസ് അനുകൂല തരംഗം, ബി ജെ പി വിരുദ്ധ തരംഗം, ബി ജെ പിക്കുള്ളിൽ തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർ അത് തുടരുകയും ചെയ്യും. സന്ദീപ് പറയുന്നത് അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസ് പിടിക്കുമെന്നാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് പി സി ജോർജ് ന്യൂനപക്ഷ ഐക്യം കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ, അതായത് ബി ജെ പിക്കെതിരെ ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിന് തെളിവാണ് ഈ പറയുന്ന പി സി ജോർജിൻ്റെ വാക്കുകളെന്നും, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കേരളത്തിൽ നടത്താൻ, ബി ജെ പിക്കെതിരെ ഒരു മുന്നേറ്റം നടത്താനുള്ള വടിയായി പി സി ജോർജിൻ്റെ ഈ വാദഗതി മാറുകയാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞതുകൊണ്ടൊന്നും ആരും അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പി സി ജോർജ് ഇതിനു മുമ്പും ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, പല നിലപാടുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം മറിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ പി സി ജോർജിന് വലിയ ആളുകളായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ പരിപാടികളിലും പി സി ജോർജ് പങ്കെടുത്തിരുന്നു. എന്ന് മാത്രമല്ല, ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ പോലും ജോസഫ് മാഷിൻ്റെ തല വെട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പി സി ജോർജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊടുന്നനെ പിന്നീട് നിലപാട് മാറ്റി നേരെ മറുകണ്ഠം ചാടി. അതിനിടയിലും എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അങ്ങനെ പി സി ജോർജ് പലപ്പോഴായി പറയുന്ന നിലപാടുകൾ മുമ്പ് പി സി ജോർജ് സ്വതന്ത്രനായി നിന്നപ്പോൾ അത് അദ്ദേഹത്തെ മാത്രമേ ബാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഷോൺ ജോർജിൻ്റെ ഭാവിയെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഷോൺ ജോർജ് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പി സി ജോർജിൻ്റെ വാക്കുകളെ പിന്തുണയ്ക്കാതെ ഷോൺ ജോർജ് രംഗത്ത് വരുന്നത്. എന്ന് മാത്രമല്ല, അതോടൊപ്പം ബി ജെ പിക്ക്, അതായത് ന്യൂനപക്ഷങ്ങളെ കൂടുതലായി അടുപ്പിച്ച് നിർത്താൻ, കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ, പി സി ജോർജ് നടത്തുന്ന നീക്കങ്ങൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഇതാണ്, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊക്കെ എതിരെ ഇതേ നിലപാടാണ് ബി ജെ പിക്കുള്ളത് എന്ന് വളരെ എളുപ്പം പറയാനും അത് പ്രചാരണത്തിൽ വരുത്താനും ബി ജെ പിക്കെതിരായ ഒരു പോരാട്ടം നയിക്കാനും സന്ദീപ് വാര്യരെ പോലുള്ളവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പി സി ജോർജിനെ പോലുള്ളവർ സയനൈഡ് ഫാക്ടറികളാണ് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കും, ചലനമുണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ പി സി ജോർജിനെ കൊണ്ടുവന്നതിലൂടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു.
പി സി ജോർജ് ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നതോടെ ഷോൺ ജോർജിൻ്റെ ഭാവിയും ഇരുളടയുന്നു. മൊത്തത്തിൽ വലിയ പ്രശ്നമായി ഒരു പൊതുശല്യം എന്ന നിലയിലേക്കൊക്കെ പി സി ജോർജിനെ ബി ജെ പിക്കാർ വിലയിരുത്തുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. എന്തായാലും മാപ്പ് പറഞ്ഞിട്ടും, മുസ്ലിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്ന രീതിയിൽ ഞാൻ മുസ്ലിങ്ങളെ മുഴുവനായി ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ടും പി സി ജോർജിന് രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ്. കേസ് ഒരു വശത്ത് വരും എന്ന് പറയുന്നു, മറുവശത്ത് പൊതുസമൂഹം മുഴുവൻ പി സി ജോർജിനെതിരെ നിൽക്കുന്നു. ബി ജെ പിയിൽ നിന്ന് പോലും വേണ്ട പിന്തുണ ഈ വിഷയത്തിൽ പി സി ജോർജിന് കിട്ടുന്നില്ല.